നിലമ്പൂരിൽ രാഷ്ട്രീയ പോരാട്ടം കനക്കുന്നു. വിവാദങ്ങളും ഒന്നിനു പുറകെ ഒന്നായെത്തുന്നു. ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയും സഞ്ചരിച്ച വാഹനം ഇന്നലെ തടഞ്ഞു നിർത്തി പോലീസ് പരിശോധിച്ചതാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. ഇന്നലെ രാത്രി 10 മണിയോടെ നിലമ്പൂർ വടപ്പുറത്തായിരുന്നു വാഹനം തടഞ്ഞു നിർത്തിയുള്ള പരിശോധന. വാഹനത്തിൽ നിന്ന് ചാരനിറത്തിലുള്ള പെട്ടി പോലീസ് താഴെ ഇറക്കി. ഇതിൽ വസ്ത്രങ്ങളും പുസ്തകങ്ങളുമാണ് ഉണ്ടായിരുന്നത്. പോലീസിന്റെ ഈ നടപടിയാണ് നിലമ്പൂരിൽ പുതിയ വാക്പോരിന് വഴിതെളിച്ചത്. വാഹന പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരോട് രാഹുൽ മാങ്കൂട്ടത്തിൽ കയർക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സിപിഎമ്മിന് വേണ്ടി വേഷം കെട്ടണ്ടെന്ന് ഷാഫിയും രാഹുലും ഉദ്യോഗസ്ഥരോട് പൊട്ടിത്തെറിച്ചിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് എംപിയും എംഎൽഎമാരും ആയവരല്ല ഞങ്ങൾ, അവർ പെട്ടി തുറന്ന് പരിശോധിക്കട്ടെ എന്ന് ഷാഫി പറയുന്നതും ദൃശ്യങ്ങളിൽ കാണാം. പരിശോധന ഏകപക്ഷീയമാണ് എന്ന് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും പ്രതികരിച്ചു. അതേസമയം നിലമ്പൂരിൽ കോൺഗ്രസ് നേതാക്കളായ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും സഞ്ചരിച്ച വാഹനം തടഞ്ഞു പരിശോധിച്ച സംഭവത്തിൽ കോൺഗ്രസ് നേതാക്കളെ വിമർശിച്ച് സിപിഎം നേതാക്കൾ രംഗത്തെത്തി. നിലമ്പൂരിൽ വാഹന പരിശോധന വിവാദമാക്കുന്നത് രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് യുഡിഎഫിന് ഒളിച്ചോടാനാണ് എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളുടേത് അപക്വമായ നിലപാടാണ് എന്നും പരിശോധനയുമായി പാർട്ടികൾ സഹകരിക്കുകയാണ് വേണ്ടതെന്നും ഇടതുമുന്നണി കൺവീനർ ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞു. യുഡിഎഫിന് വോട്ട് ചെയ്യുന്നവരിൽ പലരും മതരാഷ്ട്രവാദത്തിന് എതിരാണ് എന്ന് റിയാസ് ചൂണ്ടിക്കാട്ടി. എം.കെ. മുനീർ എവിടെ? ജമാഅത്തെ ഇസ്ലാമിക്ക് നല്ലകുട്ടി സർട്ടിഫിക്കറ്റ് നൽകിയ വി.ഡി. സതീശന്റെ നിലപാടിൽ മുനീറിന്റെ മറുപടി എന്താണ്? പെൻഷൻ വാങ്ങുന്നവരെ മോശമാക്കി ചിത്രീകരിക്കുകയല്ലേ ചെയ്തത്? അതിൽ കുടിശ്ശിക വരുത്തിയത് ആരാണ് എന്ന് മനസ്സിലായില്ലേ? അപകടങ്ങളുടെ ആഘോഷ കമ്മിറ്റിയാണ് പ്രതിപക്ഷം. പക്വമായ നിലപാട് പ്രതിപക്ഷം എടുക്കണം. കനകൂലു സിദ്ധാന്തമാണ് കോൺഗ്രസ് പിന്തുടരുന്നത്. അവർ എഴുതി കൊടുക്കുന്ന തയ്യാറാക്കിയ തിരക്കഥയനുസരിച്ചാണ് ഇവർ പല പരിപാടികളും നടത്തുന്നത്. മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി.